രവിയുടെ ഫോൺ ബാലനെ വിഷമിപ്പിക്കുന്നു. ജോലി തേടിയെത്തുന്ന മനസ്സജനോട് കുട്ടിമണിയുടെ പേരിൽ ലോൺ എടുത്ത് ബിസിനസ് തുടങ്ങാൻ ഉപദേശിക്കുന്ന മെമ്പർ. ശിവാനിയെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് വിനായകനോട് കള്ളം പറയുന്ന മനസ്സജൻ. ശിവാനിയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്ന മനസ്സജൻ. ബാങ്കിലെ പണമെടുക്കാനായി മതികലയുടെ ഒപ്പ് വാങ്ങാൻ ജലജയുടെ ശ്രമം. തുടർന്ന് കാണുക. ആ ഒപ്പൊന്ന് പതിഞ്ഞു കിട്ടിയാൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്റെ കൈകളിൽ. ആരാ നീ? എന്റെ 900 രൂപ കട്ടെടുക്കാൻ വന്ന കള്ളിയില്ലേ? ഇറങ്ങിപ്പോ. ഇവിടെ ഞാനും എന്റെ അച്ഛനും മാത്രം മതി. നിന്നെ എങ്ങാനും ഇവിടെ കൊണ്ടുപോയോ? ഞാൻ ഭ്രാന്തിയാ. ഭ്രാന്തി കൊന്നാലും കേസില്ല. ഭ്രാന്തി കൊന്നാലും കേസില്ല. കൊല്ലിഞ്ഞ് ഭ്രാന്തി കൊന്നാലും കേസില്ല. കേസില്ല. ഭ്രാന്തി കൊന്നാ കേസില്ല. എടാ സഞ്ജു, ഇത് ഞാനാ. നീ ഒന്ന് വേഗം ഇവിടം വരെ വരണം. ആ അതെ, ഒരു കുഴപ്പവും ഇല്ല. ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. വേഗം വാ. ശരി. ഞാൻ കൊന്നല്ലേ കേസില്ല. ഞാൻ കൊന്ന കേസില്ല. എല്ലാരെയും ഞാൻ കൊല്ലും. എല്ലാരെയും ഞാൻ കൊല്ലും. എടാ സഞ്ജു, ശരിക്കും ഭ്രാന്തുള്ള ഒരാൾ അങ്ങനെ പറയുവോ? അവള് പറഞ്ഞത് ഇപ്പോഴും എന്റെ ചെവിയിലുണ്ട്. എനിക്ക് ഭ്രാന്താണ്, ഭ്രാന്തി കൊന്നാൽ കേസില്ലാന്ന്. അവൾ എന്നെ കൊല്ലും. അവൾ എന്തോ തീരുമാനിച്ചുറപ്പിച്ച മട്ട. ആന്റി, ഇങ്ങനെ പേടിക്കാതെ. ഇതൊക്കെ അവളുടെ നമ്പർ ആയിരിക്കുന്നേ. നമ്പറോ? ആ, അങ്കിള് പഠിപ്പിച്ചു കൊടുക്കുന്നത് തത്ത പറയുന്നത് പോലെ മതി പറയുന്നു. അത്രേ ഉള്ളൂ. ആ, മതിക്ക് മുഴുവട്ടാണ് കാര്യത്തില് എനിക്ക് യാതൊരു സംശയവുമില്ല. മുമ്പ് മതികലയ്ക്ക് എത്രയെത്ര സഹായം ചെയ്തു കൊടുത്ത ആളാ ഞാൻ. ആ എന്നോടിപ്പോ മതി കാണിക്കുന്നത് കാണുന്നില്ലേ? ഓഹ്, ആന്റിയോട് പറഞ്ഞതും അതുപോലെ കണ്ടാൽ മാത്രം മതി. അങ്ങനെ കരുതാനാ എനിക്കും ഇഷ്ടം. എന്നാലും അവള് പറഞ്ഞത് മനസ്സിലിങ്ങനെ മുഴങ്ങുമ്പോ ചെക്ക് ഒപ്പിടിയിക്കാൻ ചെന്നതായിരുന്നു ഞാൻ. ഒരു കള്ളക്കഥയൊക്കെ പറഞ്ഞ് അവളെ മയക്കിയെടുക്കുകയും ചെയ്തു. ഒപ്പിട്ടു എന്ന ഘട്ടം വന്നപ്പോഴാ അവളുടെ ഭാവം മാറിയത്. അവളെന്നെ ആക്രമിക്കാൻ നോക്കി. അപ്പോഴാ ഇങ്ങനെ പറഞ്ഞത്. ആന്റി ഒന്നും കൊണ്ട് പേടിക്കണ്ട. അങ്കിള് മതിയിലൂടെ ആന്റിക്കൊരു ഡോസ് തന്നതാ, ആന്റിയെ പേടിപ്പിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ തന്നെ മുഴുവട്ടായ മതി അങ്ങനെയൊക്കെ പറയോ? ഈ വട്ടുകളി ഒരു അഭിനയമാണെങ്കിലോ? അല്ല, അഭിനയമാണെങ്കിൽ എന്തിന്? എന്തൊക്കെ വിഷമങ്ങളാണ് മതി ഇപ്പൊ അനുഭവിക്കുന്നത്? സ്വയബുദ്ധിയുള്ള മതി ഇതൊക്കെ സഹിക്കുമെന്ന് ആന്റിക്ക് തോന്നുന്നുണ്ടോ? ചെറിയൊരു കാര്യത്തിൽ പോലും അഡ്ജസ്റ്റ് ചെയ്യാത്ത ആളാണ് മതി. അപ്പോ ഇങ്ങനൊരു സാഹചര്യത്തിൽ ദുരിതം സഹിച്ച് അഭിനയിക്കണമെങ്കിൽ ഒരു ലക്ഷ്യമുണ്ടാവണ്ടേ? അത് തന്നെയാ എന്നെയും കുഴപ്പിക്കുന്നത്. നീ പറഞ്ഞതുപോലെ അയാൾ ഒരുക്കിയ കെണിയാണെന്ന് കരുതി സമാധാനിക്കാം അല്ലേ? അതെ ആന്റി, ഇതിൽ പേടിച്ചു നിൽക്കാതെ ആന്റി ധൈര്യമായിട്ട് നിൽക്കണം. അങ്കിളിന്റെ ഒരടവും നടക്കില്ലെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണം. തമ്പി മകളെ മുന്നിൽ നിർത്തി എനിക്കെതിരെ പടം നയിക്കുകയാണല്ലേ? അതിലൊന്നും തോൽക്കില്ല ഈ ജലജകുമാരി. അവസാന ജയം എനിക്ക് തന്നെയായിരിക്കും. കാണിച്ചു തരാൻ ഞാൻ. എല്ലാത്തിനും നരച്ച വെള്ളം. അപ്പച്ചമ്മേ, ഞാനും കാവടി അച്ഛനും പൂക്കോടി മാമനും കൂടി നട്ട പച്ചക്കറി വിത്ത് എല്ലാം ഉണ്ടല്ലോ വളർന്നു വരുന്നുണ്ട്.
അതീന്ന് കിട്ടുന്ന പച്ചക്കറിയൊക്കെയാ കടയിൽ കൊണ്ടുപോയി വിൽക്കുക. നല്ല കാര്യം. വിഷമില്ലാത്ത പച്ചക്കറികൾ കൊടുത്താൽ അതിന് തക്കവണ്ണം കച്ചവടവും കൂടും. ആൾക്കാർ കൂടി വരുമ്പോ ഞാന് എല്ലാരോടും വരി വരിയായി നിക്കാൻ പറയും. ആരേലും വരി തെറ്റിക്കാൻ നോക്കിയാ അയാൾക്ക് ഒന്നും കൊടുക്കില്ല. ആ, പച്ചക്കറികൾ വാങ്ങിക്കാനൊക്കെ ആൾക്കാർ ക്യൂ നിൽക്കുമോ മോളെ? ആളെ കൊല്ലുന്ന മദ്യം ഉണ്ടല്ലോ, അത് വാങ്ങിക്കാൻ ഏത് പെരുവെയിലത്തും ആൾക്കാർ ക്ഷമയോടെ നിൽക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ, എന്റെ കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങണമെങ്കിലേ അതുപോലെ നല്ല വരിയായിട്ട് അങ്ങോട്ട് നിക്കണം. എന്റെ പേരിലല്ലേ ലോൺ എടുക്കുന്നത്, അപ്പൊ ഞാനല്ലേ മുതലാളി. ഞാൻ പറയുന്ന പോലെ കേക്കണം എല്ലാരും. അല്ല, ലോൺ എടുക്കാൻ പോയ മനസ്സിയും വന്നില്ലല്ലോ ഇതുവരെ. അതുവഴി വേറെ എങ്ങോട്ടെങ്കിലും പോയി കാണോ? അയ്യോ, എങ്ങോട്ട് പോവാനാ മോളെ? അവിടൊക്കെ തിരക്ക് കാണും. ആ, എന്നാലും മനുഷ്യൻ ഇപ്പൊ കറക്കം കുറച്ച് കൂടുതലാ. ആ, മുളച്ച വിത്തിനൊന്നും വെള്ളം ഒഴിക്കാനും വളമിടാനൊന്നും മനുഷ്യൻ കൂടാറേ ഇല്ല. അന്ന് ഞാൻ പായസം ഉണ്ടാക്കിയപ്പോഴും മനുഷ്യനെ വിടില്ലായിരുന്നല്ലോ. ആ, കട തുടങ്ങട്ടെ, മനുഷ്യനെ ഞാൻ വരച്ച് വരെ നിർത്തി നോക്കും. ആ, ദേ മനസ്സിലെത്തിയല്ലോ. മനുഷ്യൻ ഇപ്പൊ വരുമെന്നേ ഞാൻ അപ്പച്ചമ്മയോട് പറഞ്ഞതേ ഉള്ളൂ അല്ലേ. അങ്ങനെയാണോ നീ പറഞ്ഞത്? ചുമ്മാ ലോൺ കിട്ടിയ മനുഷ്യ. എന്താ മോനെ, നിന്റെ മുഖമല്ലാതിരിക്കുന്നല്ലോ. ലോൺ ശരിയായില്ലേ? ആ, അത് പിന്നെ എവിടെ ലോൺ എവിടെ മനുഷ്യ? ലോൺ കിട്ടിയില്ല. ലോൺ കിട്ടിയില്ലെന്നോ? അതെന്ത് പറ്റി? കടലാസൊക്കെ ശരിയാക്കിയിട്ടല്ലേ ഇവിടുന്ന് പോയത്? പിന്നെന്താ പ്രശ്നം? കടലാസുകളെല്ലാം ശരിയായിരുന്നു, അതിനൊന്നിനൊരു പ്രശ്നമില്ല. പ്രശ്നം കുട്ടൂനാണെന്നാ അവർ പറയുന്നത്. കുട്ടിമണിക്ക് എന്ത് പ്രശ്നമാണെന്ന്? അത് എന്താ മനുഷ്യ, എനിക്ക് എന്ത് പ്രശ്നമുള്ള? കുട്ടൂന് മുമ്പുണ്ടായിരുന്ന അസുഖം തന്നെയാ പ്രശ്നം. അങ്ങനെയായിരുന്ന ഒരാളുടെ പേരിൽ ലോൺ തരാനാവില്ലെന്ന്. കുട്ടൂനിപ്പോൾ യാതൊരു കുഴപ്പമില്ലെന്ന് ആവുന്നതും പറഞ്ഞു നോക്കിയാൽ, പക്ഷേ അവര് കേട്ടില്ല. എനിക്ക് കുഴപ്പമില്ലെന്ന് അവരാണോ പറയണ്ടേ? ആരാ അവര്? എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. കുട്ടു പറയുന്നേ, കുട്ടു പറയുന്നത് കേൾക്കാം. അപ്പച്ചമ്മ, ഞാൻ പച്ചമരുന്ന് ഉണ്ടാക്കിയില്ലേ മനുഷ്യ, ഞാൻ പായസം ഉണ്ടാക്കിയില്ലേ, പച്ചക്കറിയൊക്കെ നട്ടില്ലേ, കുഞ്ഞുവനെ ഞാൻ ശരിക്കും നോക്കുന്നില്ലേ. എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്കൊരു കുഴപ്പമില്ല. എന്തിനാ സിജ കുട്ടിമണി കരഞ്ഞ് ബഹളം വെച്ചത്? സ്വയം തൊഴിലിന്റെ ലോണിന് പോയപ്പോ കുട്ടുവിന്റെ പേരിൽ ലോൺ പാസ്സാക്കാനാവില്ലെന്ന് അവർ പറഞ്ഞു. കുട്ടുവിന് മുമ്പുണ്ടായിരുന്ന വയ്യായിക തടസ്സം. ഈശ്വര, ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് കച്ചവടത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്റെ കുട്ടി. അല്ല, കുട്ടിമണി ഇപ്പൊ പൂർണ്ണ ആരോഗ്യവതിയാണെന്ന് സിജൻ പറഞ്ഞില്ലേ? പറയാവുന്നതിന്റെ അങ്ങേയറ്റം ഞാൻ പറഞ്ഞു. മെമ്പറും പറഞ്ഞു നോക്കി. അവർക്ക് അവരുടേതായ റൂൾസ് ഒക്കെ ഉണ്ടത്രേ. എന്ത് റൂൾസ്? ലോൺ തരാതിരിക്കാനുള്ള അവരുടെ അടവാ അത്. എന്നിട്ട് മോള് പറഞ്ഞതുപോലെ അവരുടെ സ്വന്തക്കാർക്ക് വീതിച്ചു കൊടുക്കാലോ. സിജൻ കുട്ടിമണിയുടെ അടുത്തേക്ക് ചെല്ല്. അപ്പച്ചമ്മേ, എന്തൊരു സങ്കടമാണെന്ന് നോക്കിയേ. എന്റെ കുട്ടിയുടെ മനസ്സ് എന്തുമാത്രം നൊന്ത് കാണും. കരയല്ലേ? അപ്പച്ചമ്മേ, കുട്ടു, മനുഷ്യ എനിക്കൊരു അസുഖമില്ല. മനുഷ്യ, എനിക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? ഞാൻ കുഞ്ഞാണി നന്നായിട്ട് നോക്കുന്നില്ലേ? ഇവിടുത്തെ പണികളൊക്കെ ചെയ്യുന്നില്ലേ? മരുന്നുണ്ടാക്കി പായസം വെച്ചു,
എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നില്ല. എന്നിട്ട് അവരെന്തെനിക്ക് സൂക്കേടാന്ന് പറഞ്ഞ. അത് അവർക്ക് വിവരമില്ലഞ്ഞിട്ടാ. അവരെ കണ്ടപ്പോഴെനിക്ക് തോന്നിയതാ അവര് ശരിയല്ലെന്ന്. അവരോട് പോവാൻ പറ. എനിക്ക് ഏറ്റവും വലുത് എന്റെ കുട്ടുവാ. എനിക്ക് സൂക്കേടാന്ന് പറഞ്ഞപ്പോ മനുഷ്യൻ അവരോടൊന്നും പറഞ്ഞില്ലേ? പിന്നെ പറയാതിരിക്കുവോ? ഇപ്പൊ കുട്ടു പറഞ്ഞതൊക്കെ എണ്ണി എണ്ണി പറഞ്ഞു. ഇരിക്കും അവിടെ ഇരിക്കും. അതെ, മരുന്നുണ്ടാക്കിയത്, പായസം ഉണ്ടാക്കിയത്, സ്വന്തം തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ ആ മണ്ടന്മാരുടെ ചെവിയിൽ അതൊന്നും കേറത്തില്ലെന്നേ. മണ്ടന്മാരാണോ അവര്? അതുകൊണ്ടല്ലേ കുട്ടിമണിക്ക് അസുഖമാണെന്നും ലോൺ തരാനാവില്ലെന്നും അവര് പറഞ്ഞത്. അതെ, അവരുടെ സർട്ടിഫിക്കറ്റ് ആർക്ക് വേണം? എനിക്കറിയാലോ എന്റെ കുട്ടുവിനെ. അവരുടെ ലോണും വേണ്ട, ഒരു കുന്തവും വേണ്ട. അല്ല, ലോൺ കിട്ടാതെ നമുക്ക് പച്ചക്കറി കട തുടങ്ങാൻ പറ്റുമോ മനുഷ്യ? കുട്ടു, അതിനൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാം. കുട്ടുവിനെ മോശം പറഞ്ഞവരുടെ ഒരു സഹായവും നമുക്കിനി വേണ്ട. കുട്ടുവിനറിയോ, കുട്ടുവിന് അസുഖമാണെന്ന് പറഞ്ഞപ്പോ അവരോട് ഞാൻ ചൂടായി. നല്ല അടി കൊടുക്കാന്ന് വിചാരിച്ചാ. പിന്നെ വേണ്ടാന്ന് വെച്ചു. അടി കൊടുക്കണമെങ്കിൽ കുട്ടു പറ, ഇപ്പൊ ഞാൻ പോയി അടിക്കും. അടിക്കൊന്നും വേണ്ട. മനുഷ്യനല്ലേ പറഞ്ഞ് അവര് മണ്ടന്മാരാന്ന്. അതെ അതെ, അത് മനുഷ്യ, ഞാനൊന്ന് ചോദിച്ചോട്ടെ? എന്താ? അത് മനുഷ്യൻ എന്നെ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ മനുഷ്യൻ വേറെ ആരെങ്കിലും കല്യാണം കഴിക്കുമായിരുന്നു അല്ലേ? കുട്ടു, എന്നെ പോലെ സൂക്കേടൊന്നും ഇല്ലാത്ത വേറെ നല്ല ഒരു പെണ്ണിനെ കിട്ടിയ എന്നെ വേണ്ടെന്ന് പറയോ മനുഷ്യ? എന്താ കുട്ടു ഇത്? സൂക്കേടൊന്നും ഇല്ലാത്ത ആളെ കിട്ടാൻ തന്നെ ആയിരിക്കും എല്ലാവരുടെയും ഉള്ളിലുണ്ടാവുക. അങ്ങനെയായിരുന്നെങ്കിൽ ലോണൊക്കെ വേഗം കിട്ടുമായിരുന്നു. എന്നെ വേണ്ടാന്ന് തോന്നുന്നുണ്ടോ മനുഷ്യന്? കുട്ടു, ഈ ഒരു ലോൺ അല്ലെങ്കിൽ വേറൊരു ലോൺ കിട്ടും. പക്ഷേ കുട്ടുവിന് പകരം എനിക്ക് വേറെ ആരെ കിട്ടും? ലോകത്തുള്ള ഒരു പെണ്ണിനും പകരമാവില്ല എന്റെ കുട്ടു. ആർക്കു വേണ്ടിയും കുട്ടുവിന് വേണ്ടാന്ന് പറയാനാവില്ല എനിക്ക്. അങ്ങനെ പറയണമെങ്കിൽ എന്റെ പ്രാണനില്ലാതാവണം. ഇങ്ങനെയുള്ള ഈ കുട്ടുവിനെ എനിക്കിഷ്ടം. കുട്ടു, പുറമേ കാണുന്നതിലല്ല നമ്മുടെ മനസ്സുടക്കേണ്ടത്, അകത്താ. അകം നന്നല്ലെങ്കിൽ പുറത്തെന്ത് കാണിച്ചിട്ടും ഒരു കാര്യമില്ല. എന്റെ കുട്ടുവിന്റെ അകവും പുറവും ശുദ്ധമാണ്. അതിൽ കൂടുതൽ എന്താ വേണ്ടത്? സമാധാനമായോ? ഇതെന്തൊരു പരീക്ഷണമാണ്. ഒരു നേരം സന്തോഷം വാരിക്കോരി തരും, അധികം കഴിയും മുമ്പേ അത് തിരിച്ചെടുത്ത് കരയിക്കും. ഞങ്ങളുടെ കണ്ണീര് തോരുന്ന ഒരു കാലം വരില്ലേ? ഇവിടെ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയത് ആൾക്കാരെ സഹായിക്കാനാണ്. എന്നാൽ നിയമങ്ങളും ബാങ്കുകാരും കരയിക്കുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു, എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയില്ലേ? കുട്ടിമണിയുടെ സങ്കടമാണ് കാണാൻ കഴിയാത്തത്. അവൾ എന്ത് തെറ്റാണ് ചെയ്തത്? മറ്റെല്ലാരെയും പോലെ എല്ലാ കാര്യത്തിലും കുട്ടിമണി പ്രാപ്തയാണ്. എന്നിട്ടാണ് ആ ബാങ്കുകാര് മുടന്തൻ ന്യായം പറഞ്ഞ് ലോൺ മുടക്കിയത്. അതിനുള്ളത് അവർക്ക് കിട്ടിക്കൊള്ളും. ആരെയും മനസാവാച ദ്രോഹിക്കാത്തവരാണ് ഞങ്ങള്. ഞങ്ങളോടും ആ ഒരു കരുണ കാണിക്കണേ അച്യുത, ശാരദ, ഞങ്ങളുടെ മുമ്പിൽ ഒരു വഴി കാണിച്ചു തരണേ. മോളെ, മനസ്സ് വെച്ചാൽ പരിഹരിക്കാൻ കഴിയാത്തതായി ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അതിനുവേണ്ടി ചിലപ്പോൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വഴിമാറി കൊടുക്കേണ്ടി വരും. അതും അല്ലെങ്കിൽ നമ്മൾ ചിലതൊക്കെ സഹിക്കേണ്ടി വരും. അപ്പച്ചമ്മ പറയുന്നത് കുട്ടിമണിയുടെ കാര്യം തന്നെയാണ്. പച്ചക്കറിക്കട തുടങ്ങുന്നതും അവിടെ വലിയ മുതലാളിയായി ഇരിക്കുന്നതുമൊക്കെ സ്വപ്നം കണ്ടതാണ് പാവം.
ഒരു നിമിഷം കൊണ്ട് അതൊക്കെ ഇല്ലാതായപ്പോ കുട്ടിമണിയുടെ മനസ്സ് വല്ലാതായി കാണും. ബാങ്കുകാരും മറ്റും അവരുടെ കാര്യമല്ലേ നോക്കുള്ളൂ അപ്പച്ചമ്മേ. മറ്റുള്ളവരുടെ അവസ്ഥയോ അവരനുഭവിക്കുന്ന വേദനയൊന്നും അവർക്കറിയേണ്ട കാര്യമില്ലല്ലോ. കുട്ടിമണിയുടെ മനസ്സ് വേദനിപ്പിച്ചവർക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുക്കണം മോളെ. അതെങ്ങനെയാ അപ്പച്ചമ്മേ? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ചില കാര്യങ്ങൾക്ക് നമ്മുടെ കയ്യിൽ തന്നെ പരിഹാരമുണ്ട്. കുട്ടിമണിയുടെ പേരിൽ ലോൺ തരാൻ പറ്റില്ലെന്നല്ലേ അവര് പറഞ്ഞത്. അത് നമ്മുടെ ആരുടെയെങ്കിലും പേരിൽ എടുക്കണം. മോളെ, നിന്റെയോ എന്റെയോ പേരിൽ ലോൺ എടുക്കണം. എന്നിട്ടത് കുട്ടിമണിക്ക് കൊടുക്കണം. അല്ല, അതിപ്പോ കുട്ടിമണി സമ്മതിക്കോ? ലോൺ എടുക്കുന്നത് നമ്മുടെ ആരുടെയെങ്കിലും പേരിലാണെങ്കിലും ലോൺ പാസ്സായത് കുട്ടിമണിയുടെ പേരിൽ തന്നെയാണെന്നും അവര് തെറ്റ് തിരുത്തിയെന്നും പറഞ്ഞ് കുട്ടിമണിയെ വിശ്വസിപ്പിക്കണം. അപ്പൊ അവക്ക് സന്തോഷമാവും. അസ്ഥിത്തറയിൽ പ്രാർത്ഥിച്ചപ്പോ ശാരദ പറഞ്ഞു തന്നതാണിത്. അങ്ങനെ ചെയ്യാ അപ്പച്ചമ്മേ. എനിക്ക് ലോണിന്റെ നൂലാമാലകളൊന്നും അറിയില്ല. നിങ്ങൾ കാര്യങ്ങൾ ശരിയാക്കി തന്നാ മതി. ലോൺ എന്റെ പേരിൽ എടുക്കാം. അതൊന്നും വേണ്ട അപ്പച്ചമ്മേ. അപ്പച്ചമ്മയുടെ പേരിലാണെങ്കിൽ കുറെ പ്രാവശ്യം അവിടെ കയറി ഇറങ്ങേണ്ടി വരും. ലോൺ എന്റെ പേരിൽ ഞാൻ എടുത്തോളാം. ദേ, ഈ ലോൺ നമ്മൾ പാസ്സാക്കി എടുക്കും അപ്പച്ചമ്മേ. അന്തസ്സോടെ പച്ചക്കറി ബിസിനസ് തുടങ്ങും. അവിടെ നമ്മുടെ കുട്ടിമണി മുതലാളിയായിട്ടിരിക്കും. തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് മുമ്പിൽ ജയിച്ചു കാണിക്കണം. മനസ്സ് നിറഞ്ഞ് അച്യുതന്റെയും ശാരദയുടെയും മുമ്പിൽ പ്രാർത്ഥിച്ചപ്പോൾ അവര് കാണിച്ചു തന്ന വഴിയാണിത്. അതുകൊണ്ട് അവരുടെ അനുഗ്രഹവും തുണയും ഉണ്ടാവും. ഇനി ഒരു തടസ്സവും ഉണ്ടാവില്ല. ആ പിന്നെ അപ്പച്ചമ്മേ, കുട്ടിമണിക്ക് പകരം എന്റെ പേരിലാണ് ലോൺ ശരിയാക്കുന്നതെന്നൊന്നും കുട്ടിമണി അറിയരുത്. അറിഞ്ഞാൽ ചിലപ്പോ കുട്ടിമണിയുടെ സങ്കടം കൂടുകയുള്ളൂ. അതെനിക്കറിയാം മോളെ. കുട്ടിമണിയോട് കുട്ടിമണിക്ക് തന്നെയാണ് ലോൺ പാസ്സായതെന്ന നിലയിൽ അവതരിപ്പിച്ചാൽ മതി. ബാലനോട് ഈ കാര്യം പറയണ്ടേ? അത് ഞാൻ പറഞ്ഞോളാം അപ്പച്ചമ്മേ. ഇതറിയുമ്പോ ബാലേട്ടന് സന്തോഷാവേ ഉള്ളൂ. എന്റെ പരുത്തിക്കാവിലമ്മേ, ഞാൻ പോയി അവളെ ഒന്ന് സമാധാനിപ്പിക്കട്ടെ. ആ അജി, അതങ്ങനെ തന്നെ ചെയ്താൽ മതി. ഞാൻ വരാൻ കാത്തു നിൽക്കണ്ട, കാര്യം നടക്കട്ടെ. ആ ബാലേട്ട, കുട്ടിമണി ഇപ്പം എങ്ങനെയുണ്ട്? ദേഷ്യം പിണക്കമൊക്കെ മാറിയോ? അങ്ങനെ പൂർണ്ണമായിട്ട് മാറിയിട്ടൊന്നുമില്ല. കുട്ടിമണി മനസ്സിൽ കെട്ടിപ്പൊക്കിയ വലിയൊരു സ്വപ്നമല്ലേ പെട്ടെന്ന് തകർന്നടിഞ്ഞത്. പാവം, ലോകം കീഴടക്കിയ ആളിനെ പോലെ ലോണിന്റെ പേപ്പറിൽ ഒപ്പിടുന്ന കുട്ടിമണിയുടെ മുഖം എൻ്റെ മനസ്സിൽ. അതിനിടയിൽ സങ്കടപ്പെട്ടിരിക്കുന്ന കുട്ടിമണിയെ കാണാൻ വയ്യാത്തോണ്ടാ അങ്ങോട്ട് പോവാത്തത്. കുട്ടിമണിയുടെ ഒരു ചോദ്യത്തിനുള്ള ഉത്തരവില്ല എൻ്റെ കയ്യിൽ. ഒരു ഉത്തരവുണ്ട്. അപ്പച്ചിയമ്മ കൊണ്ടുവന്നതാ. ബാലേട്ടനോടും കൂടി ചോദിച്ചിട്ട് ചെയ്യാന്ന് കരുതി. എന്താ? കുട്ടിമണിയുടെ പേരിൽ ലോൺ തരില്ല എന്നല്ലേ ഉള്ളൂ. അത് എന്റെ പേരിലാക്കിയ പോരെ. കുട്ടിമണിയുടെ സങ്കടം സഹിക്കാനാവാതെ അസ്ഥിത്തറയിൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോ ഉൾവിളി കിട്ടിയ പോലെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞതാ. അപ്പച്ചിയമ്മയുടെ പേരിൽ ലോൺ എടുത്ത് കുട്ടിമണിക്ക് കൊടുക്കാന്ന അപ്പച്ചിയമ്മ ആദ്യം പറഞ്ഞത്. ഞാനത് എന്റെ പേരിലാക്കാവുന്നാക്കി. അത് നന്നായി സീതേ, ഏറ്റവും ഉചിതമായ തീരുമാനമാകും. ഇതിനെന്തിനാ എന്റെ സമ്മതത്തിനൊക്കെ കാത്തു നിന്നത്? അപ്പൊ തന്നെ ചെയ്യായിരുന്നില്ലേ? ബാലേട്ടന് ഇതിലൊന്നും പറയില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. എന്നാലൊന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതല്ലേ അതിന്റെ മര്യാദ. ഇതില് കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല. ലോണിന്റെ അപേക്ഷകയുടെ പേര് മാറ്റുക, കുട്ടിമണിക്ക് പകരം എന്റെ പേര്. ഇപ്പോഴാ എന്റെ ഉള്ളൊന്ന് തണുത്തെ. കുട്ടിമണിയുടെ വിഷമം മാറ്റാനും ലോണിന്റെ കാര്യത്തിൽ വേറെന്ത് ചെയ്യാനാകുമെന്നൊക്കെ ചിന്തിക്കാതിരുന്നില്ലേ? ഒരു ഉപായം കിട്ടാതെ ഉഴലുകയായിരുന്നു ഞാൻ. നിങ്ങൾ ചിന്തിച്ച വഴിക്ക് എന്റെ ചിന്ത പോയതേയില്ല. ഞങ്ങള് ചിന്തിച്ചെടുത്തൊന്നും അല്ലേ ഇത്. അസ്ഥിത്തറയിൽ പ്രാർത്ഥിക്കുമ്പോ അപ്പച്ചിയമ്മയിൽ തോന്നിപ്പിച്ചതാ അച്ഛനും അമ്മയും. നാളെ തന്നെ നമുക്ക് ഇതിനൊരു തീരുമാനമാക്കണം. മനുഷ്യനിപ്പോ ആരോടാ ഫോണിൽ സംസാരിക്കാൻ പോയേ? അത് നമ്മുടെ മെമ്പറാ. ലോണിന്റെ കാര്യം പറയാൻ തന്നെയാ വിളിച്ചത്. കുട്ടുവിനോട് വിഷമിക്കാതിരിക്കാൻ പറയും. ലോണിന്റെ കാര്യമൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാന്ന് കുട്ടുവിനോട് പറയാൻ പറഞ്ഞു മെമ്പർ. അപ്പൊ ലോൺ കിട്ടുമോ? ആ കിട്ടിക്കാന്നേ. അതിനൊക്കെ എന്തൊക്കെ വഴികളുണ്ട്. അല്ല, അവര് മാത്രമല്ലല്ലോ ഇവിടെ ഉള്ളത്, വേറെ ആൾക്കാരില്ലേ. പോരാത്തതിന് മെമ്പർ രാഷ്ട്രീയക്കാരനല്ലേ. രാഷ്ട്രീയക്കാര് വിചാരിച്ചാൽ ഇവിടെ എന്ത് നടക്കും.
വേണ്ടാന്ന് വെച്ചത് നടത്തിയെടുക്കാം, നടപ്പിലാകുന്ന കാര്യങ്ങൾ തടയാനാവും. ആഹാ, അത് കൊള്ളാലോ. അപ്പൊ മെമ്പർ വിചാരിച്ച ലോൺ കിട്ടുമായിരിക്കും അല്ലേ? ആ, കിട്ടാതെ എവിടെ പോനാ? ഈ ലോൺ നമ്മൾ നേടിയെടുത്തിരിക്കും കുട്ടു. ആ വലിയേട്ടാ, നമുക്ക് ലോൺ കിട്ടും. ആ മെമ്പർ ശരിയാക്കി തരാന്നേ മനുഷ്യനെ ഫോണിൽ വെച്ച് പറഞ്ഞു ഇല്ലേ മനസ്സിയാ? അതെ. എന്നാ പിന്നെ സീതയും കൂട്ടി ഇപ്പൊ തന്നെ പൊക്കോ സിജ. എന്തിനാ താമസിക്കുന്നേ? അല്ല, എന്തിനാ വല്യച്ഛൻ കൂട്ടി പോകുന്നേ? അപ്പൊ വല്യച്ഛന്റെ പേരിലാണോ ലോൺ എടുക്കുന്നത്? ആ എനിക്ക് മനസ്സിലായി. ഞാൻ സൂക്കേടുകാരി ആയതുകൊണ്ട് ലോൺ തരില്ല എന്ന് പറഞ്ഞപ്പോ വല്യച്ഛന്റെ പേരിൽ ലോൺ എടുക്കാനാ പരിപാടി അല്ലേ? എനിക്ക് മനസ്സിലായി. അങ്ങനെ ഒരു പരിപാടി ഇല്ല കുട്ടു. പിന്നെ എന്തിനാ വല്യേട്ടൻ അങ്ങനെ പറഞ്ഞ വല്യച്ഛൻ കൂട്ടി പോവാൻ? പെട്ടെന്ന് പറഞ്ഞപ്പോ പേര് മാറിപ്പോയതാ. കുട്ടിമണിയും കൂട്ടി പോകാൻ തന്നെ ഞാൻ ഉദ്ദേശിച്ചേ. വല്യച്ഛന്റെ പേരിലാണോ ലോൺ എടുക്കാൻ പോകുന്നേ? അത് പിന്നെ കുട്ടിമണി വേണ്ട, വല്യച്ഛന്റെ പേരിൽ ലോൺ എടുക്കണ്ട. മനുഷ്യനല്ലേ ഇപ്പൊ പറഞ്ഞ മെമ്പർ വിചാരിച്ച എന്ത് നടക്കുമെന്ന്. പിന്നെ എന്തിനാ വല്യച്ഛന്റെ പേരിൽ ലോൺ എടുക്കുന്നത്? എന്റെ പേരിലാ ലോൺ എടുക്കുന്നതെന്ന് ആരാ കുട്ടിമണിയോട് പറഞ്ഞത്? അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അത് ബാലേട്ടൻ എന്തോ പറഞ്ഞു വന്നപ്പോ സീതയെടുത്തേയും കുട്ടി പൊക്കൂടെ എന്ന് അറിയാതെ പറഞ്ഞു പോയതാ. അതിന്റെ പേരിലാ കുട്ടു ഈ ബഹളമൊക്കെ ഉണ്ടാക്കുന്നത്. മോളെ, ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ പേരിലായിരിക്കും. സീതയുടെ പേര് അറിയാതെ എന്റെ വായിന്ന് വീണു പോയതാ. അതിന്റെ പേര് കുട്ടിമണിയുടെ മനസ്സ് വിഷമിച്ച വലിയേട്ടന് സങ്കടാവും. എന്റെ പേരിലല്ലെങ്കിൽ ഒരു ലോണും വേണ്ട. വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. വല്യച്ഛന്റെ പേരിൽ ലോൺ എടുത്താ പിന്നെ വല്യച്ഛ ആവില്ലേ പച്ചക്കറി കടയുടെ മുതലാളി? എനിക്ക് ഒരു സൂക്കേടും ഇല്ലാന്ന് പറഞ്ഞിട്ട് ലോൺ തരുന്നെങ്കിൽ തന്നാ മതി. അത് മതി മനുഷ്യ, മതി. അതെ, അങ്ങനെ കിട്ടുന്ന ലോൺ മതി നമുക്ക്. അത് തന്നെ. എന്റെ കുട്ടുവിന് യാതൊരു കുഴപ്പമില്ല, എന്നിട്ടും തരാത്തത് അവരുടെ അഹങ്കാരമാ. അതങ്ങനെ വകവെച്ചു കൊടുത്താൽ ശരിയാവില്ലല്ലോ. കുട്ടു പറഞ്ഞതാ ശരി. എന്റെ കുട്ടുവിന് ഒരു അസുഖം ഇല്ലെന്ന് മനസ്സിലാക്കിയിട്ട് ലോൺ തരുന്നെങ്കിൽ മാത്രം മതി, അല്ലെങ്കിൽ വേണ്ട. അതെ, അത് തന്നെ. എന്തായാലും സീതയുടെ പേരിലൊന്നും ഇനി ലോൺ എടുക്കാനൊന്നും പോകുന്നില്ല. കുട്ടുവിന്റെ പേര് തന്നെ ഈ ലോൺ പാസ്സാക്കി എടുക്കും. എന്താ പോരെ? സീതേ, സിജനും കുട്ടിമണി അങ്ങനെ പറഞ്ഞതിൽ നീ വിഷമിക്കൊന്നും വേണ്ട. കുട്ടിമണി സമ്മതിക്കാഞ്ഞപ്പോ സിജനും വേണ്ടാന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ് മനസ്സിനെ ശാന്തമാക്കാൻ നോക്കുക ഞാൻ. എന്നാലും നീയായിട്ട് ഇതൊരു വിഷയമാക്കി മാറ്റരുത്. ഒന്നൊതുങ്ങിയ ഇതിവിടെ തീരും. അല്ലെങ്കിൽ തന്നെ സങ്കടപ്പെടാൻ മാത്രമൊന്നുമില്ലല്ലോ. നിന്റെ ഭാഗത്തും നമ്മുടെ ആരുടെയും ഭാഗത്തും ഒരു തെറ്റുമില്ല. നല്ലത് മാത്രം വിചാരിച്ച് ഒരു കാര്യം ചെയ്യാൻ പോയി, അത് വേണ്ടാന്ന് വെച്ചു. ഒരു കണക്കിന് നോക്കിയ കുട്ടിമണിയുടെ മനസ്സ് നോവിക്കുന്ന ഒരു കാര്യം ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മുടെ കുട്ടിമണിക്ക് ഇപ്പം എന്ത് കുഴപ്പമുള്ളത്? ഒരു കുഴപ്പമില്ല. അത് മനസ്സിലാക്കാതെ ഏതോ കസേരയിരുന്ന് വിവരക്കേട് പറഞ്ഞവരുടെ ലോൺ നമുക്ക് വേണ്ട. ഒരു വഴി അടയുമ്പം വേറെ പല വഴി മുന്നിൽ തെളിയും. അതെ ബാലേട്ടാ, അങ്ങനൊരു വഴി തന്നെയാ സീതയെടുത്തി നമുക്ക് കാണിച്ചു തന്നത്. കുട്ടുവിന്റെ മനസ്സ് വേദനിപ്പിക്കേണ്ടത് കരുതിയാ അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞത്. സീതയെടുത്തി ഒന്നും തോന്നരുത്. അക്കാര്യം തന്നെ ഞങ്ങളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. സിജൻ എന്തുകൊണ്ടാ സീതയുടെ പേരിലുള്ള ലോൺ വേണ്ടാന്ന് പറഞ്ഞതെന്ന് അപ്പൊ തന്നെ മനസ്സിലായി ഞങ്ങൾക്ക്, അല്ലേ സീതേ? അസുഖക്കാരിയായിരുന്നതിന്റെ പേരിൽ ലോൺ നിഷേധിച്ചു എന്നറിഞ്ഞപ്പോൾ മുതൽ ആകെ തകർന്നിരിക്കും എൻ്റെ കുട്ടു. അതിൻ്റെ കൂടെ ഇതും കൂടിയാവുമ്പോൾ അവൾക്ക് താങ്ങാനാവില്ല. ഈ നാടിന്റെ കുഴപ്പം ഇതാ, ആടിനെ പട്ടിയാക്കും. ഒരിക്കലും അസുഖം ഉണ്ടായെന്ന് വെച്ച് അതൊരിക്കലും മാറില്ലേ? നല്ലത് അംഗീകരിക്കാൻ എല്ലാവർക്കും മടി. ദേഷ്യം കൊണ്ട് ഞാൻ പറയുമായിരുന്നു അവരുടെ ലോൺ നമുക്ക് വേണ്ടാന്ന് വെക്കാമെന്ന്. അങ്ങനല്ല ബാലേട്ട വേണ്ടത്. ഈ ലോൺ പാസ്സാക്കി എടുക്കണം. എന്നിട്ടത് കുട്ടുവിൻ്റെ പേരിലുള്ള ലോണാണെന്ന് കുട്ടുവിനെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ അവളുടെ മനസ്സ് തണുക്കൂ. സീതയെടുത്തി പറഞ്ഞതുപോലെ സീതയെടുത്തിൻ്റെ പേരിൽ തന്നെ ലോൺ എടുക്കാം. പക്ഷേ അത് കുട്ടു അറിയണ്ട. എന്നാലും
ലോൺ പാസ്സായി കടയുടെ കാര്യങ്ങൾ നടക്കുമ്പോൾ അത് കുട്ടിമണി അറിയാതിരിക്കില്ലല്ലോ. എന്റെ പേരിൽ എടുക്കുന്ന ലോൺ കുട്ടിമണിയുടെ പേരിലാണ് പാസ്സായതെന്ന് പറഞ്ഞങ്ങ് ധരിപ്പിക്കണം. ആ അതെ, തന്റെ പേരിൽ തന്നെ ലോൺ പാസ്സായതറിയുമ്പോൾ കുട്ടുവിന് സന്തോഷമാവും. കുട്ടുവിന്റെ മനസ്സിലെ വേദനയും മാറും. ഒരിക്കൽ തരില്ലെന്ന് പറഞ്ഞ ലോൺ പിന്നെങ്ങനെ കിട്ടിയെന്ന് കുട്ടിമണി ചോദിച്ചാ അപ്പോ ഒരു നുണ പറഞ്ഞ് ഞാൻ കുട്ടുവിനെ സമാധാനിപ്പിച്ചോളാം. ശരിയാ, നുണ പറഞ്ഞ് ഫലിപ്പിക്കാൻ സിജനോളം മിടുക്ക് മറ്റാർക്കും ഇല്ലിവിടെ. സീതാർത്ഥി, എന്റേതായൊരു നേട്ടത്തിന് വേണ്ടി ഞാൻ ഇതുവരെ ഒരു നുണയും പറഞ്ഞിട്ടില്ല. ഒരു നുണയും ഇതേവരെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നില്ല. ചില നല്ല കാര്യങ്ങൾ നടന്നു കിട്ടാൻ കൊച്ചു കൊച്ചു നുണകൾ പറഞ്ഞിട്ടുണ്ട്. കുട്ടുവിന്റെ മനസ്സിലെ സങ്കടം മാറ്റാൻ നമ്മളെല്ലാവരും ഒരുമിച്ചിപ്പോ ചെറിയൊരു നുണ ഒപ്പിക്കുന്നില്ലേ? അതുപോലെ നല്ല ലക്ഷ്യത്തിനു വേണ്ടി ചെറിയ കള്ളങ്ങളൊക്കെ പറയാം, അല്ലേ ബാലേട്ട? സീതേ, നീ എന്തിനിടയ്ക്ക് അങ്ങനെ പറയാൻ പോയത്? നല്ല വിഷമമായിട്ടുണ്ട് സിജന്. ഞാനിങ്ങനെ മനസ്സ് മുറിപ്പെടുത്താൻ പറഞ്ഞൊന്നുമല്ല, പറഞ്ഞ കൂട്ടത്തില് വെറുതെ. അസ്ഥാനത്ത് ഇങ്ങനെയുള്ള പ്രയോഗങ്ങളാ വലിയ വേദനകൾ ഉണ്ടാക്കുന്നത്. അത് മനസ്സിലാക്കണം. എന്തർത്ഥത്തില ഞാനങ്ങനെ പറഞ്ഞതെന്ന് സിജന് മനസ്സിലാവും. ഇതിന്റെ പേരില് ബാലേട്ടൻ ഇനി തല പുണ്ണാക്കണ്ട. സിജനോട് ഞാൻ സംസാരിച്ചോളാം. ഞങ്ങൾ രണ്ടാളും ആണല്ലോ ലോണിന്റെ കാര്യത്തിന് പോകുന്നത്. ശരി മാമ. പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ആരാപ്പത്? ഹലോ. പരിചയമില്ലാത്ത നമ്പർ കണ്ട് പേടിച്ചോ? അങ്ങനെ ഒരു നമ്പർ കണ്ട് പേടിക്കുന്ന ആളല്ല പിച്ചള. ഇതാരാ? വിനായകൻ. നമുക്കൊന്ന് നേരിൽ കാണണമല്ലോ പിച്ചളെ. എന്താ കാര്യം? ഫോണിലൂടെ പറഞ്ഞു തീർക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ നേരിൽ കാണണമെന്ന് പറഞ്ഞത്. എന്താ, കാണുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഇനി ബുദ്ധിമുട്ടുണ്ടെങ്കിലും കണ്ടേ പറ്റൂ. അല്ല, സീത എവിടെ? സീതടുത്ത് ഇപ്പൊ വരും. കുട്ടിമണിക്ക് സംശയമൊന്നുമില്ലല്ലോ? ഇല്ല, അതല്ലെങ്കിൽ വേറൊരു ലോൺ കുട്ടുവിന്റെ പേരിൽ എടുക്കാന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട്. അത് നന്നായി. പോവാ സിജ. ആ പോവാ. മനുഷ്യ, അല്ല വല്ലിച്ച എങ്ങോട്ടാ പോന്നേ? ഞാൻ അത് സീതടുത്തേക്ക് നല്ല തലവേദന, ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോവാ. തലവേദനയാണോ? അതിനെന്തിനാ ഡോക്ടറെ കാണിക്കാൻ പോകുന്നേ? ഞാൻ നല്ല മരുന്നുണ്ടാക്കി തരാം. ഇനി വാ വല്യേച്ചി. അത് പിന്നെ നേരത്തെ കാണിച്ചുകൊണ്ടിരുന്നൊരു ഡോക്ടറുണ്ടേ, ആ ഡോക്ടറെ തന്നെ കാണിക്കണം. അതാ. ആ പിച്ചളയാ? എന്താ പിച്ചളെ? എപ്പോ? എന്തിന്? പിച്ചള അവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. എനിക്ക് പിച്ചളയുടെ അടുത്തേക്ക് ഒന്ന് പോണം. സീതടുത്ത് അങ്ങോട്ട് പൊയ്ക്കോ, ഞാൻ അവിടത്തേക്കോളാം. അത് മനസ്സിന് എന്ത് വർത്താനമാണ് ഈ പറയുന്നത്? സീത ഒറ്റയ്ക്ക് പോവാനോ? ഇവിടുത്തെ കാര്യങ്ങൾ മാറ്റിവെച്ച് പോകാൻ മാത്രം പിച്ചളയ്ക്ക് എന്ത് അത്യാഹിതമാണ് സംഭവിച്ചത്? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം അപ്പച്ചമ്മേ. അത്രയ്ക്ക് അത്യാവശ്യം ഉള്ളതുകൊണ്ടല്ലേ. ഞാൻ അവിടെ എത്തിക്കൊള്ളാം സീതടുത്തി. ശരി. മോൾ ഒറ്റയ്ക്ക് പോയാൽ എങ്ങനെയാണ്? എന്റെ മരുന്ന് വേണ്ടെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാ ഇങ്ങനൊക്കെ വന്നത്. എന്നോട് കളിച്ച ഇങ്ങനെയാ. എങ്ങനെയൊക്കെ ഒപ്പിച്ചൊരു കരയ്ക്കടുത്ത് വന്നതാണ്, വീണ്ടും പോയി. ഓ എന്റെ ഭഗവതി, എന്തൊരു പരീക്ഷണമാണിത്. എന്തെങ്കിലും ഒന്ന് പറയുവായി. വിനായകൻ എന്തിനാ എന്നെ കാണുന്നത്?
ഞാൻ ഒരിക്കലും അയാൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകരിക്കുന്ന ഒരു വ്യക്തിയേ അല്ല. ആണോ? ബായിയുടെ ശത്രുവായിട്ടാണ് അയാൾ ഈ ഗ്രാമത്തിൽ കാലുകുത്തിയിരിക്കുന്നതെങ്കിൽ അയാൾ എനിക്കും ശത്രു. പിച്ചളെ, ഇപ്പം നമ്മുടെ ബലം എന്താ? നമ്മളിങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നതല്ലേ? നമ്മളെ ഭിന്നിപ്പിച്ച് 2 ധ്രുവങ്ങളിലാക്കാമെന്ന് അവൻ കരുതിയിട്ടുണ്ടാവും. എന്റെ ബായി, ഈ നിൽക്കണ നിൽപ്പിൽ ഒരു വലിയ സുനാമിത്തിരങ്ങടെ അടിച്ചു കയറി വന്നാൽ പോലും ബായി ഒഴുകണ വഴിയിലെ ഈ പിച്ചളെ ഒഴുകി വരും. അത് ജീവനോടെ ആണെങ്കിലും അല്ലെങ്കിലും മരണത്തിന് പോലും നമ്മളെ രണ്ടാക്കാൻ പറ്റില്ലല്ലോ ബായി. വിനായകൻ അതറിയില്ലല്ലോ പിച്ചളെ. അയാൾ പിച്ചളയെ വിളിക്കണമെങ്കിൽ അതിന് പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ശിവാനിയെയും ശിവയെയും കുറിച്ചുള്ള വിവരങ്ങളാ അയാൾക്ക് നമ്മളിൽ നിന്ന് അറിയേണ്ടത്. 10 ദിവസം പട്ടിണിക്കിട്ടിട്ട് 11ാം നാൾ രാവിലെ വിളിച്ചുണർത്തി നല്ല 1ാം തരം തലശ്ശേരി ബിരിയാണിയും കോഴി പൊരിച്ചതും തന്നിട്ട് പോലും പോലീസുകാരിൽ നിന്ന് ഞാൻ പല രഹസ്യങ്ങളും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. വിനായകന്റെ ഈ വേഷം കെട്ടലുകളൊന്നും എൻ്റെ അടുത്ത് വില പോവില്ല ബായ്. പിച്ചളെ, വിനായകനെ അത്ര നിസാരക്കാരനായിട്ട് നമ്മൾ കാണരുത്. ശിവാനിയെ കിട്ടാൻ വേണ്ടി ഏത് മോശപ്പെട്ട കളിക്കും അവൻ തയ്യാറായെന്ന് വരും. അതിലും തരംതാണ കളി നമ്മക്കറിയാന്ന് നമ്മളങ്ങോട്ട് കാണിച്ചു കൊടുക്കും ബായ്. എന്തായാലും അവൻ വരട്ടെ. ഏയ് പിച്ചളെ, പിച്ചളയെ മാത്രമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. മനസ്സിന്റെ നിഴല് പോലെ നടക്കുന്ന പിച്ചളയെ അങ്ങനെ ഒറ്റയ്ക്ക് വിട്ടുകിട്ടില്ലെന്നറിയാം. ഞാൻ എന്തിനൂടെ വന്നു, ആരെ തേടി വന്നു എന്നൊക്കെ രണ്ടാൾക്കും അറിയാവുന്ന കേസല്ലേ. കാര്യങ്ങളെല്ലാം ഭംഗിയായി അവസാനിപ്പിച്ചിട്ട് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നവനാണ് ഈ വിനായകൻ. പിച്ചളെ, ഇയാൾ വിളിച്ച എന്തിനാണെന്ന് അങ്ങോട്ട് ചോദിക്കും പിച്ചളെ. ചോദിക്കണ്ട പിച്ചളെ, വിനായകൻ കാര്യത്തിലേക്ക് കടന്നാ പോരെ. വന്നിറങ്ങിയ നാളു മുതൽ ഗതി കിട്ടാത്ത പ്രേതം പോലെ അലയുകയാണല്ലോ ഞാൻ. ഉത്തരവാദിത്തങ്ങൾ ഒരുപാടുണ്ട്, ചെയ്തു തീർക്കാൻ ഒരുപാട് ജോലിയുണ്ട്. പെട്ടെന്ന് വന്നിറങ്ങി പെട്ടെന്ന് മടങ്ങിപ്പോകാവുന്ന കണക്കൂട്ടലായിരുന്നു ഇതുവരെ. പക്ഷെ ഇപ്പോ അത്ര പെട്ടെന്നൊന്നും ഇവിടുന്ന് മടങ്ങിപ്പോകാൻ കഴിഞ്ഞെന്ന് വരില്ല, അല്ലേ മനസ്സിജ? അതുകൊണ്ട് പിച്ചള എനിക്കൊരു ഉപകാരം ചെയ്യണം. ഞാനോ? ഞാനെന്ത് ഉപകാരം ചെയ്യണം? ശിവാനി എവിടെയുണ്ട്, ശിവയ്ക്ക് എന്തു പറ്റി, അതൊന്നും അല്ല പിച്ചളെ ഇപ്പൊ എനിക്കറിയേണ്ടത്. പിന്നെ എനിക്കൊരു വീട് വേണം, വാടക വീടേ. ഇവിടെ പലരോടും അന്വേഷിച്ചപ്പോ അവര് പിച്ചളയുടെ പേരും നമ്പറും തന്നത്. എനിക്ക് അങ്ങനെ ഒരു പണി അറിയില്ല. അങ്ങനെ ആണെങ്കിൽ തന്നെ ഒരു പരിചയമില്ലാത്ത ഒരു വരുത്തിന് വീട് തേടി പിടിച്ചു കൊടുക്കാൻ ഇവിടെ ഞാനെന്നല്ല ഒരു ബ്രോക്കറും തയ്യാറാവില്ല. ഇതിനാണോ നിങ്ങൾ എന്നെ വിളിച്ചത്? മനസ്സിജമ്പായി, വാ നമുക്ക് പോവാം. നിക്ക് പിച്ചളെ, കമ്മീഷൻ എത്ര വേണമെങ്കിലും തരാം. എനിക്കിവിടെ അടുത്തെവിടെയെങ്കിലും ഒരു വീട് തരപ്പെട്ട് കിട്ടിയാൽ മതി. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെയൊക്കെ വന്നൊന്ന് കാണുകയും ചെയ്യാലോ. അന്യനാട്ടിൽ നിന്ന് വന്നിറങ്ങിയ അനേകം പേര് ഇവിടെ വീടെടുത്ത് താമസിക്കുന്നുണ്ട്. തുണിക്കച്ചവടം, കപ്പലണ്ടി കച്ചവടം, അങ്ങനെ നേരായ വഴിയിൽ അവർക്ക് ഇവിടെ പല തൊഴിലുകളുണ്ട്. ഇതിലൊന്നും പെടാത്ത ചിലര് മോഷ്ടിക്കാനും സ്ത്രീകൾക്ക് നേരെ അതിക്രമം കാട്ടാനും വേണ്ടി മാത്രം ഇവിടേക്ക് വന്ന് ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് വരുന്നവന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ അറിഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ ആരും വീട് വാടകയ്ക്ക് കൊടുക്കാറുള്ളൂ, അല്ലേ മനസ്സിലുമ്പായി? അപ്പൊ പിച്ചള എന്നെ സഹായിക്കില്ലെന്നർത്ഥം. ശരി, ഞാൻ വേറെ വഴി നോക്കിക്കോളാം. പിന്നെ ഇനി അഥവാ വീട് കിട്ടിയില്ലെങ്കിൽ പോലും വിനായകൻ ഈ നാട്ടിൽ തന്നെ ഉണ്ടാവും. ശിവാനിയും കൊണ്ടല്ലാതെ എനിക്കിവിടുന്ന് മടങ്ങിപ്പോകാൻ കഴിയില്ലല്ലോ. എന്റെ കണ്ണിപ്പെടാതെ അവളെ എത്ര കാലം ഒളിപ്പിച്ചു വെക്കാൻ കഴിയുമെന്ന് എനിക്കൊന്ന് കാണണം. അതൊരു ഉറച്ച മനസ്സിന്റെ തീരുമാനമാണ്. നമ്മളെ കൊന്നിട്ടായാലും ശിവാനിയെ വീണ്ടെടുക്കുന്നുള്ള ഭീഷണിയുടെ സ്വരവും അതിലുണ്ട്. അതിനുള്ള ചങ്കുറപ്പ് അയാൾക്ക് ഉണ്ടോ ബായി? അയാൾ വെറൊരു ഏറുപടക്കം. ഈ പഞ്ചായത്ത് മുഴുവൻ അരിച്ചു പെറുക്കിയാലും അയാൾക്ക് ശിവാനിയെ കണ്ടെത്താൻ കഴിയില്ല. ശിവാനിയെ നമ്മളെ ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റിക്കഴിഞ്ഞില്ല
അതല്ല പിച്ചളെ, ശിവാനി സുരക്ഷിതയല്ല. ബായി എന്തൊക്കെയാ പറയണ? നല്ല കെട്ടുറപ്പുള്ള സുരക്ഷിതമായ ഒരു വീട്ടിലേക്കല്ലേ നമ്മൾ ശിവാനിയെ മാറ്റിയിരിക്കണം. പിച്ചളെ, ഒരു പെണ്ണിന്റെ സുരക്ഷിതത്വം കെട്ടുറപ്പുള്ള വീടിനെയോ ചുമരുകളെയോ അവളുടെ സ്വത്തുക്കളെയോ മാനദണ്ഡമാക്കിയുള്ളതല്ല. പിന്നെ ഒരു സ്ത്രീ സുരക്ഷിതയാവുന്നത് അവളൊരു പുരുഷന്റെ തണലിൽ നിൽക്കുമ്പോഴാ. എന്റെ ബായി, ഒരു പുരുഷന്റെയും തണലിലല്ലാത്ത സ്ത്രീ സുരക്ഷാ പദ്ധതികള് ധാരാളമുള്ള നാടാണിത്. ബായിയുടെ ഈ പറച്ചിൽ കേട്ടാ തോന്നും ശിവാനിയെ എത്രയും വേഗം ഏതെങ്കിലും ഒരു പുരുഷന്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുമെന്ന്. അങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് കൈപിടിച്ചു കൊടുത്തിട്ട് കൈയഴിയാവുന്ന ബന്ധമല്ലല്ലോ ഞാനും ശിവാനിയായിട്ടുള്ളത്. അവളെന്റെ അനിയത്തി കുട്ടിയല്ലേ പിച്ചളെ. പിച്ചളെ, ഈ കൈകളിലേക്ക് ഞാൻ എൻ്റെ അനിയത്തി കുട്ടിയെ പിടിച്ചേൽപ്പിക്കട്ടെ. ബായി, ശിവാനിയെ പിച്ചളെ വിവാഹം കഴിക്കണം. സുരക്ഷിതയായി സന്തോഷത്തോടെ ശിവാനി ജീവിക്കുന്നത് എനിക്ക് കാണണം പിച്ചളെ. ശിവാനിയെ സുരക്ഷിതയാക്കാൻ ബായി ആ ഒരു മാർഗ്ഗേ കണ്ടുള്ളൂ. കഷ്ടം ബായി. മറ്റൊരു വഴി ഞാൻ കാണുന്നില്ല പിച്ചളെ. എൻ്റെ കുട്ടുവിനോടും അപ്പച്ചിയമ്മയോടൊക്കെ പിച്ചള വാക്കുകൊടുത്തല്ലേ മനസ്സ് പാകപ്പെടുമ്പോൾ വിവാഹത്തിന് തയ്യാറാവാമെന്ന്. ഉവ് കൊടുത്തു, പക്ഷേ മനസ്സ് പാകപ്പെട്ടിട്ടില്ലല്ലോ. പിച്ചളെ, ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കരുത്. ശിവാനി പിച്ചളയ്ക്ക് യോജിച്ച പെണ്ണാ. അതല്ല ബായ്. പിന്നെ ശിവാനിയുടെ പശ്ചാത്തലത്തെക്കുറിച്ച് പിച്ചളയ്ക്ക് എന്തെങ്കിലും ആവലാതി ഉണ്ടോ? കുടുംബവും പശ്ചാത്തലവും നോക്കി പെണ്ണ് കാണാനുള്ള യോഗ്യത എനിക്കുണ്ടോ ബായ്? എന്റെ ബായ്, ശിവാനിക്ക് എന്നെക്കാളും നല്ലൊരു ചെക്കനെ കിട്ടും. ശിവാനിക്ക് ചേരുന്നവനല്ല ബായ് ഞാൻ. പിച്ചളെ, ഏത് ഘട്ടത്തിലും എനിക്ക് കൈത്താങ്ങായി നിൽക്കുന്ന ഒരാളാ പിച്ചള. ഈ ഒരു സന്ദർഭത്തിൽ എന്നെ കൈയൊഴിഞ്ഞ വിനായകനിൽ നിന്നും ശിവാനി എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്റെ ബായി വിഷം കുടിക്കാൻ പറഞ്ഞാൽ ഞാൻ കുടിക്കും. തീയില് ചാടണമെന്ന് പറഞ്ഞാ തീക്കുണ്ടത്തിൽ ഞാൻ ചാടും. ആരെങ്കിലും കൊല്ലണമെന്നോ എന്തെങ്കിലും മോഷ്ടിക്കണമെന്നോ പറഞ്ഞാലും അതിനും തയ്യാറായി പിച്ചള. പക്ഷേ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാ അത് ഇത്തിരി പാടാ ബായ്. പിച്ചളെ, എന്റെ അനിയത്തിക്കുട്ടി, അവളെ എനിക്ക് കൈവിട്ട് കളയാൻ വയ്യ പിച്ചളെ. ബായി ഒന്നും ചിന്തിക്കാതെ പറയണ. ബായിയുടെ നിർബന്ധത്തിന് വഴങ്ങി ശിവാനിയെ ഞാൻ വിവാഹം ചെയ്തു എന്നിരിക്കട്ടെ. നാളെ ഏതെങ്കിലും സന്ദർഭത്തിൽ ശിവയുടെ കാര്യം ശിവാനി അറിയാനിടയായ അന്ന് ശിവാനിക്ക് എന്നോട് ക്ഷമിക്കാനോ മാപ്പ് തരാനുള്ള മനസ്സുണ്ടാവോ? ഇല്ല പിച്ചളെ, എന്റെ അനിയത്തിക്കുട്ടി ഒരിക്കലും അതറിയാൻ പോകുന്നില്ല. മുമ്പും പിമ്പും ചിന്തിക്കാതെ ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ ബായ് ഇപ്പൊ ശ്രമിക്കണ്ട. കാര്യങ്ങൾ ഏത് വഴി പോകുന്ന നമുക്കൊന്ന് നോക്കാം. അറ്റ കൈക്ക് എത്തുമ്പം ഉചിതമായ തീരുമാനം നമുക്കെടുക്കാം. അതിനിടം വല സഹായമായി ഈ പിച്ചളയുണ്ടാവും. ആ പിച്ചളെ, എനിക്ക് അത്യാവശ്യം വില്ലേജ് ഓഫീസിലെത്തണം. സീതെടുത്ത് എന്നെ കാത്തിരിപ്പുണ്ടാവും. ലോണിന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്നൊരു തീരുമാനത്തിലാക്കണ്ടേ? ഇന്ന് തീരുമാനമാവും. ബായ് പോയിട്ട് വന്ന് എല്ലാം ശുഭമായിട്ട് നടക്കും. ശരി പിച്ചളെ. അപ്പച്ചമ്മേ, സീതെടുത്തി എവിടെ? ഞാനവിടെ ഓഫീസിൽ ചെന്നപ്പോ സീതെടുത്തി അവിടെ എത്തിയിട്ടില്ല. ഇവിടെ നിന്ന് പോയാലല്ലേ അവിടെ എത്തൂ. അവരവർക്കില്ലാത്ത ഉത്സാഹം എന്തിന് മറ്റുള്ളവർ കാണിക്കണം? ഈ ലോൺ ആർക്കാ എടുക്കുന്നത്? സീതയ്ക്ക് വേണ്ടിയല്ലല്ലോ. മനസ്സിൽ കാണിച്ചത് ഒട്ടും ശരിയായില്ല. അപ്പച്ചമ്മേ, ഞാൻ എല്ലാവർക്കും എല്ലാത്തിനും ന്യായം പറയാനുണ്ടാവും. ഒരാളെ വെട്ടിക്കൊന്നാൽ അയാൾക്കും അയാളുടെ ന്യായം ഉണ്ടാവും. അതുകൊണ്ട് കാര്യമില്ലല്ലോ. എന്തായി പോയ കാര്യം? അത് തീർന്നു. അപ്പോഴേ ഇവിടുത്തെ കാര്യം അതേപടി കിടക്കുകയാണ്. കുട്ടിമണിയിൽ നിന്ന് മറച്ചു വെച്ച് എന്തൊക്കെ നാടകം കളിച്ചിട്ടാ നമ്മൾ ഇവിടുന്ന് പോവാൻ ഇറങ്ങിയത്. എന്നിട്ട് സിജൻ അതിന് ഒരു വിലയും കൽപ്പിച്ചില്ലല്ലോ. സീതെടുത്തി കുറ്റപ്പെടുത്തിക്കോളൂ. കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാ. ഞാൻ കാണിച്ചത് വലിയൊരു അപരാധം തന്നെയാ. ആ ഒരു സാഹചര്യത്തിൽ അതല്ലാതെ മറ്റൊരു മാർഗം എൻ്റെ മുമ്പിലില്ലായിരുന്നു. എന്ത് സാഹചര്യം? അത് പിച്ചളയുടെ ഒരു കാര്യത്തിനാ ഞാൻ തിരക്കിട്ട് പോയത്. എന്തായിരുന്നു പിച്ചളയ്ക്ക് ഇത്ര അത്യാവശ്യ കാര്യം? അത് പിന്നെ ഞാനീ പറയുന്നത് ഒരു കെട്ടുകഥയാണെന്ന് തോന്നിയേക്കാം നിങ്ങൾക്ക്. എന്നാൽ അങ്ങനെയല്ല. കല്യാണക്കാര്യം പറയുമ്പോഴൊക്കെ പിച്ചള ഒഴിഞ്ഞു മാറുകയാണല്ലോ പതിവ്. അതിൻ്റെ കാരണം ഇന്നാ എനിക്ക് മനസ്സിലായത്. പിച്ചള ഒരാളുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു. എന്നോട് പോലും പറയാതെ ഒളിച്ചു വച്ചിരിക്കുകയായിരുന്നു ഇത്രയും നാളും.
ഇത്രയും കാലം പറയാതെ ഒളിച്ചു വെച്ചിരുന്ന കാര്യം ഇപ്പൊ വിളിച്ചു വരുത്തി പറയേണ്ട കാര്യം? ആ പെണ്ണ് പിച്ചളയെ തേടി വന്നു, അത് തന്നെയാ കാര്യം. ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാ. പിച്ചളെന്ന് വെച്ചാ ഭയങ്കര ജീവനാ കുട്ടിക്ക്. വീട്ടുകാർ വേറെ വിവാഹത്തിന് ആലോചന തുടങ്ങിയപ്പോൾ ആ കുട്ടി നേരെ പിച്ചളയുടെ അടുത്തേക്ക് വന്നു. ആ പെൺകുട്ടി തേടി വന്നതിന്റെ അങ്കലാപ്പില പിച്ചള എന്നെ വിളിച്ചത്. അറിയാലോ പിച്ചളയെ, ആകെ വിറച്ച് നിൽക്കുമായിരുന്നു. ഞാൻ ചെന്നപ്പോഴാ പിച്ചളയ്ക്ക് ശ്വാസം നേരെ വീണത്. പിന്നെ ഞാൻ പെൺകുട്ടിയോട് സംസാരിച്ചു, കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. എടുത്തുചാട്ടം പാടില്ല എന്ന് പറഞ്ഞു. കുട്ടിയെ വീട്ടിലേക്ക് തിരിച്ചയച്ച ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ അപ്പോൾ അവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ കൈവിട്ട് ആകെ പ്രശ്നത്തിലായേനെ. ഇനി പറയ്, ഞാൻ ചെയ്തത് അത്ര വലിയ മഹാപരാധമാണോ? പിച്ചള ഈ വീട്ടിലൊരു അംഗമാണെന്ന് അപ്പച്ചയമ്മ തന്നെയല്ലേ എപ്പോഴും പറയാറുള്ളത്. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു അപകടം പറ്റിയ ഓടിച്ചിട്ടുണ്ടേ. അത് വേണം. ഒരു പരിധിവരെ മനസ്സിജൻ ചെയ്തത് ശരിയാണ്. അപ്പോഴും സ്വന്തം കാര്യം ഒന്നും ആകാതെ വഴിയിൽ കിടക്കുകയാണ്. അതാര് പരിഹരിക്കും? ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോ ആ കുട്ടിയും കുട്ടി പിച്ചളക്ക് ഇങ്ങോട്ട് വരാമായിരുന്നല്ലോ. പിച്ചള ഇവിടുത്തെ ഒരു അംഗമാണെങ്കിൽ ഇത് പിച്ചളയുടെയും കൂടി വീടാണല്ലോ. എന്താ വരാതിരുന്നത്? അത് ഇതൊക്കെ മറച്ചു വെച്ചിരിക്കുകയായിരുന്നില്ലേ ഇതുവരെ. അതിൻ്റെ ഒരു ചമ്മലും പരിഭ്രമവും ഒക്കെ ഉണ്ടാവും പിച്ചളയ്ക്ക്. പിന്നെ ഈ കാര്യം അറിഞ്ഞതായിട്ട് നിങ്ങളും ഭാവിക്കണ്ട. സാധാരണ പോലെ അങ്ങ് പോട്ടെ. ഒരു ഘട്ടം വരുമ്പോൾ താനെ പൊളിയും ഇതെല്ലാം. അല്ല, ഇനിയിപ്പോ ലോണിന്റെ കാര്യം എന്ത് ചെയ്യും? ലോണിന്റെ കാര്യം സീതെടുത്ത് നേരെ അങ്ങ് വന്നിരുന്നെങ്കിൽ ഇന്ന് തന്നെ ശരിയാക്കി വരായിരുന്നു. ഇനി നടക്കില്ല. ഇനി നടക്കില്ലേ? അല്ല, ഇന്നിന് നടക്കില്ലെന്നാ അപ്പച്ചമ്മ പറഞ്ഞത്. ഇനി മെമ്പറോട് ചോദിച്ചിട്ട് വേറൊരു ദിവസം പോവാം. എന്നാലും എനിക്ക് പിച്ചളയുടെ കഥ അങ്ങോട്ട് ബോധ്യം വരുന്നില്ല. പിച്ചള ഒരു പെണ്ണിനെ ഒപ്പിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞാല് സംഭവിച്ചുകൂടായില്ല അപ്പച്ചമ്മ. ഏതായാലും സിജൻ പറഞ്ഞതുപോലെ ഇക്കാര്യം അറിഞ്ഞതായിട്ട് പിച്ചളയോട് കാണിക്കണ്ട. എവിടം വരെ പോവെന്ന് നോക്കാമല്ലോ. അമ്മയുടെ കുട്ടപ്പ് ഉറങ്ങിക്കോട്ടോ. അമ്മയ്ക്കേ കുറച്ച് പണിയും കൂടി ഉണ്ട്. സീതേ, ആ, ലോണിന്റെ കാര്യത്തിന് പോയിട്ടെന്തായി? വേറെ തടസ്സങ്ങളൊന്നുമില്ലല്ലോ? അത് പോയില്ല ബാലേട്ട. പോയില്ലെന്നോ? എല്ലാം പറഞ്ഞുറപ്പിച്ചിട്ട് എന്താ സീത നീ കാണിക്കുന്നേ? എന്റെ കുഴപ്പം കൊണ്ടല്ല, സിജനാ പറ്റിച്ചത്. സിജനോ? ആ, എല്ലാം നിശ്ചയിച്ച പോലെ കുട്ടിമണി അറിയാതെ പോവാൻ ഇറങ്ങിയതാ. അപ്പോ കൃത്യം സിജൻ ഒരു ഫോൺ വന്നു. അതോടെ സിജൻ ആളാകെ മാറി. വേഗം വരാമെന്നും പറഞ്ഞൊരൊറ്റ പോക്കായിരുന്നേ. പിന്നെ എല്ലാവരും അങ്ങ് വല്ലാതായി. കുട്ടിമണിക്ക് കാര്യം പിടികിട്ടുമെന്നുള്ള സ്ഥിതി വന്നപ്പോഴാ പിന്നെ പോണ്ടാന്ന് വെച്ചത്. സിജൻ ഇത്രയ്ക്ക് ബോധമില്ലാണ്ടായി പോയല്ലോ. നമ്മുടെ കാര്യത്തെക്കാൾ എന്താവശ്യത്തിനാ സിജൻ എപ്പോ ഓടിപ്പോയത്? അതിന് സിജൻ ഒരു കഥ പറഞ്ഞു. പക്ഷേ ഞാനതത്ര വിശ്വസിച്ചിട്ടൊന്നുമില്ല. എന്ത് കഥ? പിച്ചള ഏതോ പാവപ്പെട്ട പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലായിരുന്നു അത്ര. ആ കുട്ടിക്ക് വീട്ടുകാർ വരെ കല്യാണം ആലോചിക്കാൻ തുടങ്ങിയപ്പോ പെൺകുട്ടി പിച്ചളയുടെ അടുത്തേക്ക് വന്നൂന്ന്. അപ്പോഴാ പിച്ചള വിളിച്ചത്. സിജൻ ചെന്ന് പെൺകുട്ടിയെ കാര്യം പറഞ്ഞ് ധരിപ്പിച്ച് തിരിച്ചയച്ചു എന്നാ പറഞ്ഞത്. പക്ഷേ എനിക്കെന്താ പറഞ്ഞതങ്ങോട്ട് വിശ്വാസത്തിലെടുക്കാൻ തോന്നിയില്ല. എനിക്കും കല്യാണം കേൾക്കുമ്പോൾ തന്നെ മുഖം തിരിക്കുന്ന ആളെ പിച്ചള. പിന്നെ പിച്ചളയുടെ ശൈലി വെച്ച് നോക്കുമ്പോൾ ഒരു പ്രേമത്തിനുള്ള സാധ്യതയൊന്നും കാണുന്നുമില്ല. പിന്നെന്തിനാവും ഒരു കളവ് പറഞ്ഞ് ആ സമയത്ത് സിജൻ പോയത്? ഒരു പിടിയുമില്ല ബാലേട്ട. പക്ഷേ സ്വന്തം കാര്യത്തേക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന എന്തോ ഉണ്ട് സിജന്. അല്ലെങ്കിൽ അങ്ങനെ ചാടി പിടിച്ചു പോകാൻ വഴിയില്ല. ഇന്നലെ നല്ലത് പറഞ്ഞ നാവുകൊണ്ട് ഇന്ന് തിരുത്തി പറയേണ്ട അവസ്ഥയായല്ലോ. അതെ, ബാലേട്ടനിപ്പോ കടുപ്പിച്ചൊന്നും പറയാൻ നിൽക്കണ്ട. ഇന്ന് പോകാൻ പറ്റാത്തോണ്ട് ലോൺ കിട്ടാതെ വരുമൊന്നുമില്ലല്ലോ. വെറുതെ ഒരു മുഷിച്ചിലുണ്ടാക്കണ്ട ബാലേട്ട. ആ പിന്നെ ചോറൂണിന്റെ ദിവസം ഇങ്ങ് അടുത്ത് വരിക. ഓരോരോ പ്രശ്നങ്ങൾ പറഞ്ഞ് അതിന്റെ കാര്യം വിട്ടുപോകരുത് കേട്ടോ. ഇല്ല, അന്നും ഇന്നും എന്നും ഞാൻ മുൻതൂക്കം കൊടുക്കുന്നത് ഇവിടുത്തെ കാര്യങ്ങൾക്ക് തന്നെയാണ്. മറ്റൊന്നിനു വേണ്ടിയും അതൊന്നും മറക്കാനും മാറ്റിവെക്കാൻ എനിക്കാവില്ല. Yeah.